Hi dears, welcome back to my YouTube channel. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതറിയുന്നൊരു ടൈമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിചാരിച്ചു ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കാം, പിന്നെ ഒരു ചിക്കൻ കറി, പിന്നെ ഇവിടെ ദോശയ്ക്കും അപ്പത്തിനുള്ള മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ദോശയും അപ്പവും ഉണ്ടാക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് എടുത്തു. ഒരു പാക്കറ്റ് പാലെടുത്ത് പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് റെഡിയാക്കി. അപ്പോഴേക്കും ഇവിടെ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ഐസൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. അതിനിടയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ പോയിട്ട് മിൽക്ക് മെയ്ഡ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മിൽക്ക് മെയ്ഡ് അമുലിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡ് മേടിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെറുപഴം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ചെറുപഴം എടുക്കുന്നുണ്ട്. ചെറുപഴം കട്ട് ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു ബനാന കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. ഗുവ കട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും നന്നായിട്ട് റൈപ്പായിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നന്നായിട്ട് അതങ്ങ് പതുങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അതും കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ മാംഗോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. ഞാൻ ഷോപ്പിൽ പോയിട്ട് മാംഗോ മേടിച്ചിട്ട് വന്നു. അങ്ങനെ പിന്നെ മാംഗോയും കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. നോർമലി ഇപ്പോഴത്തെ പേരയ്ക്കൊന്നും അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല. ഭയങ്കര വലിയ പേരയ്ക്കാണെങ്കിൽ പോലും മധുരം കുറവായിരിക്കും. പക്ഷേ ഈ പേരയ്ക്ക നന്നായിട്ട് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നന്നായിട്ട് റൈപ്പായിട്ടുള്ള പേരയ്ക്കയായിരുന്നു. അങ്ങനെ അത് പിന്നെ കട്ടാക്കി. ഇപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന മാംഗോ കേട്ടോ. അത് സപ്പോട്ട മാംഗോ ആണ്. പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാംഗോ ആയിരുന്നു. ഇത്തവണ മിക്കപ്പോഴും കിട്ടുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവാറില്ല. ഒരു പെയിൽ യെല്ലോ ആയിരിക്കും. പക്ഷേ ഇത് നന്നായിട്ട് യെല്ലോ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതുമല്ല നല്ല സ്വീറ്റും ആയിരുന്നു. അങ്ങനെ അതും പെട്ടെന്ന് കട്ട് ചെയ്തു. പിന്നെ പൊമിഗ്രാനറ്റ് ആയിരുന്നു കേട്ടോ കട്ട് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ പൊമിഗ്രാനറ്റ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ച് മേലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴേക്കും വന്ന് വീഴും. ഞാൻ അങ്ങനെയാണ് പൊമിഗ്രാനറ്റ് കട്ട് ചെയ്തെടുക്കൽ. അപ്പോഴേക്കും ഇവിടെ ഓൾമോസ്റ്റ് ഫ്രൂട്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായിരുന്നു കേട്ടോ ഫ്രഷ് ക്രീം. അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു തിക്നെസ് നഷ്ടമായി, കുറച്ച് ലൂസായിപ്പോയി. പിന്നെ കരുതി കുഴപ്പമില്ല, അങ്ങനെയും കഴിക്കാം.
എന്ന് കരുതി അങ്ങ് സമാധാനിച്ചു കേട്ടോ. കണ്ടോ, ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായി പോയിട്ടുണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. ഇത് മിക്സായതിനു ശേഷം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. ഒരു വിഷമമായിരുന്നു ഇങ്ങനെ ലൂസായപ്പോൾ, കാരണം ഗസ്റ്റൊക്കെ വരുന്നതല്ലേ, നല്ലതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വെപ്രാളം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും തന്നെ ഈവനിങ് ആയി കേട്ടോ ടൈം. അപ്പോൾ ഇത് നല്ല രീതിക്ക് തണുക്കത്തൊന്നുമില്ല, കാരണം അറിയാമല്ലോ ടൈം ഒരു 6 hours എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മാത്രമേ ഇതൊന്ന് സെറ്റ് ആവത്തുള്ളൂ. 6 hours ഒന്നും വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊമിഗ്രാനറ്റ് ഇട്ട ടൈമിന് തന്നെ കളർ ചേഞ്ച് ആയി കേട്ടോ. കസ്റ്റാർഡിൻ്റെ കളർ മാറിയിട്ട് ഈ പൊമിഗ്രാനറ്റിൻ്റെ ഒരു കളറായിട്ടൊരു മിക്സഡ് കളറായിപ്പോയി. പിന്നെ കുഴപ്പമില്ല, ഫ്രൂട്ടിൻ്റെ കളർ തന്നെയാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് സമാധാനിച്ചു. അപ്പോൾ കണ്ടില്ലേ, കളർ ചേഞ്ച് ആയി. പിന്നെ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ബേസിൽ സീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് സോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വനില എസൻസ് ഒഴിച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഷോപ്പിൽ പോയിട്ട് എന്നുള്ള കട്ടിങ്ങൊക്കെയാണ് കേട്ടോ. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടാണ് പെട്ടെന്നുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കിച്ചണൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളൊരു തിരക്കിലൊരു കാര്യം ചെയ്യുമ്പോൾ കിച്ചണൊക്കെ ഇങ്ങനെ ഉണ്ടാവും.
അങ്ങനെ ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 2 സവോള ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തെടുത്തു. കുറച്ച് മല്ലിയില കട്ടാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സമൂസയുടെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി. ഇതിനിപ്പോൾ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ചിക്കനും ഇതുപോലൊരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നന്നായിട്ട് ചോപ്പാക്കുന്നില്ല. ചെറിയ രീതിക്ക് ഒരു കടിക്കുന്ന ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല. കുറച്ച് പെപ്പർ പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഗ്രീൻ ചില്ലി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെപ്പർ പൗഡർ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് നോക്കാം. അപ്പോഴേക്കും കുരുമുളക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എരിവ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന ഗസ്റ്റിലെ കുട്ടിയേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എരിവൊന്നും കഴിക്കുന്ന അല്ല. അതുകൊണ്ട് ഒരുപാടൊന്നും എരിവ് ചേർക്കുന്നില്ല. കുരുമുളക് പൊടി തീർന്നതുകൊണ്ട് പിന്നെ അടുത്ത കുരുമുളക് പൊടിച്ചു. എന്നിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഫൈനലി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. കട്ട് ചെയ്ത് മല്ലിയില വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
സംഭവം സെറ്റായി. നെക്സ്റ്റായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ചിക്കന് വേണ്ടി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള, തക്കാളി അതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ഒരുപാട് ചിക്കനൊന്നും എടുത്തിട്ടില്ല. ഒരു ഒരു 750 ഗ്രാം അത്രയേ ഉണ്ടാവുള്ളൂ. 1 കിലോ ഒന്നും തികച്ചുണ്ടായിരുന്നില്ല. കുറച്ച് ചിക്കൻ ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മീറ്റ് എന്ത് വെക്കുകയാണെങ്കിലും വെള്ളം ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചിക്കനാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിസിലിൻ്റെ ആവശ്യമില്ല. ഒരു 2-3 വിസിൽ അത്രയും മതി. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്തുടയും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കാം. ഇപ്പോൾ ഈ ടൈമിൽ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പോ അതല്ല എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് അങ്ങനെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റായിട്ട് സമൂസയൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമൂസയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റായിട്ടൊരു ബജി ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലെ മുളകിലെ നടുക്കുന്ന സീഡ് എടുത്ത് കളയും കേട്ടോ. കുട്ടികളിവിടെ കഴിക്കുന്നതല്ലേ, അപ്പോൾ അത്ര എരിവ് വേണ്ടാന്ന് കരുതിയിട്ട് അതിൻ്റെ സീഡൊക്കെ എടുത്ത് കളയാറുണ്ട്. എന്നിട്ട് പിന്നെ നെക്സ്റ്റായിട്ട് ഞാനിനി അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് കടലപ്പൊടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ മിക്കപ്പോഴും മുളക് ബജി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മുളക് കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നമുക്ക് ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിതിൽ ഒരു വിസ്ക് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് അത് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കളർ ചേഞ്ച് തോന്നി. എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് മുളക് പൊടി ഇടാൻ മറന്നുപോയി. പിന്നെ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഫൈനലി കുറച്ച് സോഡപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഡപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കടലപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടി നോക്കിയപ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് ലൂസായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ബാറ്റർ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോഴേക്കും തന്നെ ടൈം നല്ല ലേറ്റായി കേട്ടോ. ഒരു 5:30 എന്തോ ആയി ടൈം. എന്നിട്ട് 1 അവറേ ഉള്ളൂ. അങ്ങനെ ഉമ്മ പറഞ്ഞു, നീ പോയി ഇന്ന് ജ്യൂസിൻ്റെ കാര്യങ്ങൾ നോക്ക്, ഞാനിത് ചെയ്തോളാമെന്ന്. അങ്ങനെ ഉമ്മ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഉമ്മ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കി. ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു മിക്സഡ് ലൈം ജ്യൂസായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം ചെയ്യാം കേട്ടോ, ഒരു ലൈം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ മുളക് ബജി റെഡിയായി, സമൂസ റെഡിയായി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് വാട്ടർമെലണും ആപ്പിൾ, ഗ്രേപ്സ്, പിന്നെ ഡേറ്റ്സ്, അങ്ങനെ എല്ലാം കൂടി ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റായിട്ട് ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ മസാലയൊക്കെ ചേർത്ത് ചിക്കൻ കറി റെഡിയാക്കി. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മുടെ കസ്റ്റാർഡ് റെഡിയായി. പക്ഷേ കസ്റ്റാർഡ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോയി. അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, ടൈം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കി ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.